ഗുഡ് ഈവനിങ് സാർ. ഇന്ന് സോഷ്യലിൻ്റെയും ബയോളജിയുടെ എക്സാം ആയിരുന്നു. ആദ്യം സോഷ്യൽ പറയാം. സോഷ്യൽ എന്ന് പറയാനായിട്ട് എളുപ്പമായിരുന്നു. പെട്ടെന്നല്ല എഴുതി തീർക്കാൻ പറ്റി. പിന്നെ സാർ അയച്ചു തന്നിരുന്ന PDF-ൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻസൊക്കെ വന്നിരുന്നു. മറ്റേ എന്താ പറയുക, ഉത്തരായണം, ദക്ഷിണായനം, പിന്നെ മറ്റേ പഴശ്ശി റിവോൾട്ട്, അതിനെയൊക്കെ പറ്റി, ഗൊറില്ല വാറിനെയൊക്കെ പറ്റിയിട്ടൊക്കെ വന്നിരുന്നു. പിന്നെന്താ, ഇതൊക്കെ വന്നിരുന്നു. മൊത്തത്തിൽ ഇങ്ങനെ എഴുതി തീർക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ എഴുതി തീർക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഓൾ ഇന്ത്യ സർവീസിനെ പറ്റിയൊക്കെ വന്നിരുന്നു. മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ വന്നിരുന്ന ഒന്നും അധികം എക്സാം പേപ്പറിൽ കണ്ടിരുന്നില്ല. പക്ഷേ എന്നാലും അത്യാവശ്യം ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ചവർക്ക് പെട്ടെന്ന് എഴുതി തീർക്കാൻ പറ്റുന്നൊരു ഒരു എന്താ പറയുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. അത്രയ്ക്ക് എളുപ്പമായിരുന്നു. പിന്നെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെയും ചോദിക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ കഴിഞ്ഞ മോഡൽ എക്സാമുകൾ പോലെ തന്നെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബയോളജി എന്ന് പറയാനായിട്ട് എളുപ്പമായിരുന്നു. പക്ഷേ ക്വസ്റ്റ്യൻസിൽ കുറച്ച് ട്വിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8th ക്വസ്റ്റ്യൻ ലിംഫോസൈറ്റ്സിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ഒറ്റയ്ക്ക് വായിച്ചു നോക്കിയാൽ കിട്ടില്ലായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല തെറവായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നവർക്കും, പിന്നെ എന്താ പറയുക, ടെക്സ്റ്റ് ബുക്ക് നല്ല അരച്ച് പെറുക്കി വായിച്ചവർക്കും നന്നായി പെട്ടെന്ന് എഴുതി തീർക്കാൻ പറ്റുന്നതായിരുന്നു. ഇന്നത്തെ രണ്ടും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ സാധാരണ മോഡൽ എക്സാംസിനൊക്കെ നടക്കുന്ന പോലെ തന്നെ എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രഷറൈസ് ചെയ്ത് പഠിച്ചത് അങ്ങനെയൊന്നും വന്നിരുന്നില്ല. പകരം എന്താ പറയുക, അല്ലാത്ത കുറച്ച് ടോപ്പിക്സിൽ നിന്നൊക്കെ ആയിരുന്നു വന്നിരുന്നത്. അപ്പം മൊത്തത്തിൽ ഇന്നത്തെ എക്സാംസ് എന്ന് പറയാനായിട്ട് നല്ല സിമ്പിളായിരുന്നു. എനിക്ക് ഇന്നത്തെ എക്സാംസ് ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ബയോളജിയിൽ 2-3 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ 1 വേർഡ് തെറ്റിയിട്ടുണ്ട്. പക്ഷേ എന്നാലും അത്യാവശ്യത്തിന് നന്നായിട്ട് സാറിൻ്റെ ആ ഒരു ഐഡിയാസ് വെച്ചിട്ടും സാർ പറഞ്ഞ ടിപ്സ് വെച്ചിട്ടും PDF-ൻ്റെ ഇതൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ എനിക്ക് ഇന്നത്തെ എക്സാം എഴുതി തീർക്കാൻ പറ്റി. ഐ ആം സോ ഹാപ്പി. ഞാൻ എന്താ പറയുക, പാരൻസിനോടൊന്ന് പറഞ്ഞിട്ടാണെങ്കിലൊക്കെ എല്ലാവരും നല്ല ഹാപ്പിയാണ്. ഐ ആം സോ താങ്ക്ഫുൾ ആൻഡ് സോ ഗ്രേറ്റ്ഫുൾ ടു വാച്ച് യുവർ പ്ലാറ്റ്ഫോം ആൻഡ് യുവർ ദിസ് കൈൻഡ്ഫുൾ മൈൻഡ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ എക്സാമിനെ പറ്റിയിട്ട് താങ്ക് യു.